മക്കളെ നമ്മൾ എക്സാം ഒക്കെ അടുക്കാനായി. അപ്പൊ അടിപൊളിയായിട്ട് എന്റെ മക്കൾ പഠിക്കുന്നില്ലേ? അപ്പൊ കുറച്ച് എക്സാം ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അല്ലേ? അപ്പൊ ഇന്ന് മിസ് എന്തിനാ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ സയൻസിൽ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചാപ്റ്റർ ഉണ്ട്. ഏതാണ് ചാപ്റ്ററിന്റെ പേരെന്ന് അറിയോ? നമ്മുടെ മധ്യകാല ലോകം അല്ലെ, മിഡീവൽ വേൾഡ്. അപ്പം മധ്യകാല ലോകത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ചോദ്യങ്ങൾ മാത്രമല്ല, അതിന്റെ ഉത്തരങ്ങളും മിസ് പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? യെസ് മക്കളെ, ഫസ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്നാണടാ മിഡീവൽ പീരീഡ്? മധ്യകാലഘട്ടം അല്ലെങ്കിൽ മധ്യകാലം എന്ന് പറയുന്നത് ഏത് നൂറ്റാണ്ടിനെയാണ് നമ്മൾ പറയുന്നത്? ഇവിടെ നോക്കിക്കേടാ, ലോകചരിത്രത്തിലാണേ പറയുന്നത് ഇൻ വേൾഡ് ഹിസ്റ്ററി ദ ടൈം പീരീഡ് ബിറ്റ്വീൻ 5th and 15th century. നമ്മുടെ 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് എന്ത് എന്ന് നമ്മൾ വിളിക്കുന്നത്? മധ്യകാലഘട്ടം എന്ന് വിളിക്കുന്നത്. അപ്പൊ മധ്യകാലഘട്ടം ഇനി ആരെങ്കിലും ചോദിച്ചാൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ലല്ലോ. അത് നമ്മൾ സെറ്റ് ചെയ്തില്ലേ? 5ാം നൂറ്റാണ്ടിനും 15ാം നൂറ്റാണ്ടിനും ഇടയിലുള്ള കാലഘട്ടത്തെയാണ് മധ്യകാലഘട്ടം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാനർ എന്ന് പറയുന്നത് എന്തായിരുന്നു എടാ? The vast area of land which held by the lords were known as manor. അല്ലേ? പ്രഭുക്കൾ കൈവശം വെച്ചിരുന്ന വിശാലമായ ഭൂപ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? മാനർ എന്ന് വിളിക്കുന്നത് അല്ലെ. പ്രഭുക്കൾ കൈവശം വെച്ച വിശാലമായ ഭൂപ്രദേശങ്ങളെയാണ് മാനർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ആക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. മക്കളെ, ഏത് പകർച്ചവ്യാധിയായിരുന്നു മധ്യകാലഘട്ടത്തിലെ നഗരങ്ങൾക്ക് ഭീഷണിയായിട്ടുണ്ടായിരുന്നത്? ഏത് പകർച്ചവ്യാധിയാ? യെസ്, പ്ലേഗ് ആണ് അല്ലേ. ഏത് പകർച്ചവ്യാധിയാണ്? പ്ലേഗ് ആണ് അല്ലേ. ബ്ലാക്ക് ഡെത്ത് എന്ന് നമ്മൾ അവയെ വിളിക്കൂലേ. അപ്പൊ എന്ത് നമ്മൾ വിളിക്കും? ബ്ലാക്ക് ഡെത്ത് അല്ലേ. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് ആരെയാണ്? നമ്മുടെ പ്ലേഗിനെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഗോത്തിക് സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ, ഗോത്തിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ പ്രത്യേകതകൾ എന്തെല്ലാം പ്രത്യേകതകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്? നമുക്ക് നോക്കല്ലേ. യെസ്, ഇവിടെ മക്കളെ നോക്കിക്കേ, നമുക്ക് ഇവിടെ പോയിന്റഡ് ടവേഴ്സ് കാണാൻ സാധിക്കും. പോയിന്റഡ് ആയിട്ടുള്ള ടവേഴ്സ്, ഇപ്പൊ കൂർത്ത രീതിയിലുള്ള ടവേഴ്സ് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ പിന്നെ എന്ത് കാണാൻ പറ്റും? കമാനങ്ങളൊക്കെ ഒരു ആർച്ച് രീതിയിലുള്ള ഇങ്ങനെ ആർച്ച് രീതിയിലുള്ള കമാനങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഏതിന്റെ ശൈലിയാണ്? നമ്മുടെ ഗോത്തിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ പ്രത്യേകതകളാണ്. അപ്പൊ ഗോത്തിക് രീതിയിലുള്ള വാസ്തുവിദ്യയെ കുറിച്ച് പഠിച്ചില്ലേ? ഗോത്തിക് ശൈലിയിലുള്ള വാസ്തുവിദ്യയുടെ കാര്യങ്ങൾ പഠിച്ചില്ലേ? പ്രധാന സവിശേഷതകൾ എന്താ നോക്കിയില്ലേ? അപ്പൊ നമുക്ക് അടുത്തതിലേ പോയാലോ? യെസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ മക്കളെ. പഗോഡകൾ എന്ന് പറയുന്നത് ആരെയാണ് നമ്മൾ പഗോഡകൾ എന്ന് വിളിക്കുന്നത്? പഗോഡകൾ എന്ന് പറയുന്നത് നമ്മുടെ ചൈനയിലെ ബുദ്ധമത കേന്ദ്രങ്ങൾ, ചൈനയിലെ ബുദ്ധമത ആരാധനാ കേന്ദ്രങ്ങളെയാണ് പഗോഡകൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. പഗോഡകളെ കുറിച്ച് പറയുന്ന സമയത്ത് അവരുടെ വാസ്തുവിദ്യയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളാണ് ആര്? നമ്മുടെ പഗോഡകൾ എന്ന് പറയുന്നത്. അത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ചൈനക്കാര് പഗോഡകൾ നിർമ്മിച്ചിരുന്നത്. അപ്പൊ പഗോഡ എന്താ നമ്മൾ പഠിച്ചു അല്ലേ? ദ ബുദ്ധിസ്റ്റ് സെന്റർ ഓഫ് വർഷിപ്പ് ഇൻ ചൈന കോൾ പഗോഡാസ്. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്തു കഴിഞ്ഞു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോയാലോ? നോക്കിയേടാ, വാട്ട് ഈസ് മെറൈനോ കോമ്പസ് എന്നാണ് ചോദിക്കുന്നത്. ദ മെറൈനോ കോമ്പസ് ആൻ ഇൻസ്ട്രുമെന്റ് ടു ഫൈൻഡ് ഡയറക്ഷൻ ഡ്യൂറിങ് നാവിഗേഷൻ. നാവിഗേഷന്റെ സമയത്ത് നമുക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറൈനോ കോമ്പസ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ചൈനീസ് കോൺട്രിബ്യൂഷൻ. അത് കണ്ടുപിടിച്ചത് ആരാണ്? ചൈനക്കാരാണ് കണ്ടുപിടിച്ചത്. ആരാ കണ്ടുപിടിച്ചത്? ചൈനക്കാരാണ് കണ്ടുപിടിച്ചത്. അപ്പൊ അവരുടെ കോൺട്രിബ്യൂഷൻ ആണ് എന്ത് എന്ന് പറയുന്നത്? നമ്മുടെ മെറൈനോ കോമ്പസ് എന്ന് പറയുന്നത്. അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. അടിപൊളി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകല്ലേ മക്കളെ. റുബിയത്ത് വാസ് റിട്ടൺ ബൈ ഹൂം? റുബിയത്ത് എന്ന വർക്ക് ആരാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ഒമർ ഖയാമാണ് റുബിയത്ത് എഴുതിയത് കേട്ടോ. ആരാണ്? ഒമർ ഖയാമിൻ്റെതാണ് റുബിയത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. അങ്ങനെയാണെങ്കിൽ ഷഹനാമ ആരാ റിട്ടൺ ചെയ്തത്? ആരാണ്? നമ്മുടെ ഫിർദൗസിയാണ് ഷഹനാമ എഴുതിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ആരാണ്? ഫിർദൗസിയാണ് ഷഹനാമ എഴുതിയിട്ടുണ്ടായിരുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
who propagate the concept of zero and decimal system. ആരാണ് മക്കളെ പൂജ്യവും ദശാംശ വ്യവസ്ഥയും എന്ന ആശയം കൊണ്ടുവന്നത്? ഈ ആശയം പ്രചരിപ്പിച്ചത് ആരാണ്? പൂജ്യമൊക്കെ കൊണ്ടുവന്നത് ഇന്ത്യക്കാരാണ്. പക്ഷെ അത് മറ്റുള്ളവരിലേക്ക് ലൈക്ക് നമ്മളെ ഫോറിനേഴ്സിന്റെ അടുത്തേക്ക് പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആരാണ്? നമ്മുടെ അറബികളായിരുന്നു അല്ലെ. അറബികളായിരുന്നു ഈ പൂജ്യത്തിനെ കുറിച്ചും ദശാംശ സമ്പ്രദായത്തിനെ കുറിച്ചൊക്കെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ഇവിടെ നോക്കിക്കേ, വാട്ട് ഈസ് കോൾഡ് ആസ് ഗിൽഡ്? എന്താണ് മക്കളെ ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത്? എന്താണ്? The newly developed European cities were the centers of handicraft and trade. മക്കളെ പുതുതായി വികസിപ്പിച്ച യൂറോപ്യൻ നഗരങ്ങൾ എന്തായിരുന്നു എടാ? കരകൗശലത്തിന്റെയും വ്യാപാരത്തിന്റെയും കേന്ദ്രങ്ങളായി മാറിയവയായിരുന്നു. ഒരുപാട് കരകൗശലങ്ങളും വ്യാപാരങ്ങളും ട്രേഡ് സെന്റേഴ്സ് ആയിരുന്നു നമ്മുടെ ന്യൂലി ഡെവലപ്ഡ് ആയിട്ടുള്ള യൂറോപ്യൻ സിറ്റീസ്. ആൻഡ് ദ ട്രേഡേഴ്സ് ഇൻ ദീസ് സിറ്റീസ് ഫോം അസോസിയേഷൻ. അങ്ങനെ അവരെല്ലാരും ഇപ്പൊ നമ്മൾ പറയില്ലേ വ്യാപാര വ്യവസായ ഏകോപന സമിതി എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ? അപ്പൊ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അസോസിയേഷന് വിളിക്കുന്ന പേരാണ് ഗിൽഡുകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇവിടെ നോക്കിക്കേ, നഗരത്തിലെ വ്യാപാരികൾ എല്ലാവരും ചേർന്നിട്ട് ഒരു കൂട്ടായ്മ രൂപീകരിച്ചു. അതെന്ത് പേരിൽ അറിയപ്പെട്ടു? ഗിൽഡുകൾ എന്ന പേരിൽ അറിയപ്പെട്ടു. ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? ഫ്യൂഡലിസം. ഈ ഒരു ചാപ്റ്ററിൽ മിഡീവൽ വേർഡിലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഫ്യൂഡലിസം അല്ലെ. എന്താണ് മക്കളെ ഫ്യൂഡലിസം എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. ഫ്യൂഡലിസം എന്ന വാക്ക് ജർമ്മൻ വേർഡ് ആയിട്ട് ഫ്യൂഡ് എന്നാണ് നമുക്ക് എന്ത് ചെയ്തത്? ഡെറൈവ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. വിച്ച് മീൻസ് എ പീസ് ഓഫ് ലാൻഡ്. അതിന്റെ അർത്ഥം എന്താ? ഒരു തുണ്ട് ഭൂമി എന്നായിരുന്നു അർത്ഥം. ദ കിങ് എൻജോയ് ദ ഹയസ്റ്റ് സ്റ്റാറ്റസ് ഓഫ് ദ സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയിലെ ഹയസ്റ്റ് സ്റ്റാറ്റസിൽ ആരായിരിക്കും ഉണ്ടായിരിക്കുക? നമ്മുടെ കിങ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഹയസ്റ്റ് സ്റ്റാറ്റസിൽ ആരാണ്? കിങ് ആണ് ഉണ്ടായിരിക്കുക. ആൻഡ് അദ്ദേഹം ആയിരിക്കും ഈ വാസ് എ സോൾ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ്. എൻറ്റയർ ലാൻഡിന്റെ വൺ ആൻഡ് ഓൺലി ഓർഡർ എന്ന് പറയുന്നത് മീൻസ് ഓണർ എന്ന് പറയുന്നത് ആരാണ്? ഈ കിങ് ആയിരിക്കും. എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അദ്ദേഹമായിരിക്കും. ഹി ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് അമംഗ് ദ ലോർഡ്സ്. പ്രഭുക്കൾക്ക് അദ്ദേഹം എന്ത് ചെയ്തു? ഭൂമി വിതരണം ചെയ്തു കൊടുത്തു. അതിന് പകരം എന്തു ചെയ്തു? നമ്മുടെ കിങ് തിരിച്ച് മിലിറ്ററി സർവീസ്, നമുക്ക് ആവശ്യമുള്ള സമയത്ത് നിങ്ങൾ മിലിറ്ററി സൈനിക സഹായം നൽകണമെന്ന് പറഞ്ഞു ായിരുന്നു കൊടുത്തിട്ടുണ്ടായത്. ദ ലോർഡ് ഇൻ ടേൺ ഗേവ് എ പാർട്ട് ഓഫ് ദർ ലാൻഡ് ഇൻ ടു ലെസർ ലോഡ്സ്. അപ്പം ലോർഡ് എന്ത് ചെയ്തു? അവരുടെ ലാൻഡ് ലെസർ ലോഡ്സിനായിട്ട് എന്ത് ചെയ്തു? വീതിച്ചു കൊടുത്തു. ഡിമാൻഡഡ് സർവീസ് ഫോർ ദം. എന്നിട്ട് അവരോട് എന്തു പറഞ്ഞു? മിലിറ്ററി അസിസ്റ്റൻസ് തരണമെന്ന് പറഞ്ഞു. ദ സോഷ്യൽ സിസ്റ്റം ഓഫ് മിഡീവൽ യൂറോപ്പ് ഫോം ഓൺ ദ ബേസിസ് ഓഫ് ലാൻഡ് ഓണർഷിപ്പ്. സോ ആ കാലഘട്ടത്തെ സോഷ്യൽ സിസ്റ്റം ഫോം എന്തിലായിരുന്നു? നമ്മളെ എന്തിൽ ഫോം മെയ്ഡ് ചെയ്ത സോഷ്യൽ സിസ്റ്റം ഇൻ ദ മെഡീവൽ പീരീഡ് ഫോം ഓൺ ദ ലാൻഡ് ഓണർഷിപ്പിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥയായിരുന്നു ആ ഒരു കാലത്ത്. ഭൂവുടമയുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു വ്യവസ്ഥയാണ് നമ്മൾ എന്ത് എന്ന് വിളിക്കുന്നത്? ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. എന്ത് എന്ന് വിളിക്കുന്നതാ? ഫ്യൂഡലിസം എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്യൂഡലിസം എന്താന്ന് മനസ്സിലായില്ലേ? കിങ് ആയിരിക്കും എന്താണ്? ഹൈ പൊസിഷനിൽ ഉണ്ടായിരിക്കാം. എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭൂമി എന്ത് ചെയ്തു? ലാൻഡ് വീതിച്ചു കൊടുത്തു. അവരുടെ അണ്ടറിലുള്ള ലെസർ ലോഡ്സിന് ഇടപ്രഭുക്കന്മാർക്ക് ഭൂമി ദാനം ചെയ്ത് വിതരിച്ചു കൊടുക്കുന്നു. അപ്പൊ കിങ് ലോർഡിനോട് ചോദിച്ചത് മിലിറ്ററി സർവീസാണ്. ഈ ലോഡ് ലെസർ ലോഡിനോടും അത് ചോദിച്ചു. അങ്ങനെ ഭൂമി എന്താ വിവരിച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ക്ലിയർ ആയില്ലേ മക്കളെ? ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വാട്ട് ആർ ദ മേജർ യൂറോപ്യൻ സിറ്റീസ്? പ്രധാനപ്പെട്ട യൂറോപ്യൻ നഗരങ്ങൾ ഏതൊക്കെയാണെന്നാണ്. വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനീവ എന്നിവയായിരുന്നു പുതുതായി വികസിച്ച ഇറ്റാലിയൻ നഗരങ്ങൾ. ഏതൊക്കെയാണ്? വെനീസ്, മിലാൻ, ഫ്ലോറൻസ്, ജനീവ ഇതൊക്കെയായിരുന്നു പുതുതായിട്ട് വന്ന ഇറ്റാലിയൻ നഗരങ്ങൾ. അതേപോലെ തന്നെ നമുക്ക് എന്താണ്? നമ്മുടെ ന്യൂറംബർഗ് ജർമ്മനി, കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കി ഇതൊക്കെ നമ്മുടെ പ്രധാനപ്പെട്ട യൂറോപ്യൻ നഗരങ്ങൾ ആയിരുന്നു.
അടുത്തത് ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ പ്ലാഗിനെയാണ് അല്ലെ. ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്നത് മധ്യകാലഘട്ടത്തിലെ നഗരങ്ങൾക്ക് ഭീഷണിയായിട്ട് വന്നൊന്നായിരുന്നു പ്ലാഗ് എന്ന് പറയുന്നത്. അപ്പൊ ഏകദേശം എത്രയാണ് നോക്കിക്കേ, CE 1373 ദശലക്ഷം ആളുകൾ എന്ത് ചെയ്തു? ലക്ഷ്യമായിരുന്നു യൂറോപ്പിലെ ജനസംഖ്യ. പ്ലാഗിന്റെ ആക്രമണം കാരണം എത്രയാണ്? 1300 CE 1373 ദശലക്ഷം ആളുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ പ്ലാഗിന് ശേഷം എത്രയായി ജനസംഖ്യ? 45 ദശലക്ഷമായിട്ട് എന്താ കുറയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലായിടത്തേക്കും എന്ത് ചെയ്തു? പ്ലാഗുകളും വ്യാപിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മക്കളെ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ, മിഡീവൽ വേൾഡ് എന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പൊ ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് ഇനിയും നമ്മൾ വരും. അപ്പൊ എൻ്റെ മക്കളെ വീഡിയോസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കണ്ടുപോകാം. എക്സാം ആണ്, നല്ല രീതിയിൽ പഠിക്കട്ടോ. അപ്പൊ എൻ്റെ എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരു ഓൾ ദ ബെസ്റ്റ്. സോ ഇന്നത്തെ സെക്ഷൻ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ ദാറ്റ്സ് ലവ് ഇറ്റ്സ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us dears.